ചില മനുഷ്യന്മാർ കരുതിയത് ഇതാണ് സ്വർഗം. ഇതെന്ത് സ്വർഗം? അതുകൊണ്ടാണ് കല്യാണത്തിന്റെ പേരിൽ എന്ത് തോന്നിവാസങ്ങളാ ചില ആളുകൾ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഭയങ്കര ആഭാസമാക്കിയെടുക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ അതുപോലെയുള്ള നല്ല നല്ല ചടങ്ങുകളെ ആഭാസമാക്കിയെടുക്കുന്ന ആളുകൾ ഒക്കെ മത്സരാണ്. എന്താ മത്സരം? നാട്ടിൽ ഒരാളെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ ആ നാട്ടിൽ മറ്റൊരാൾക്ക് ഒരു വാശി. എന്താ അറിയാം? ആ കല്യാണത്തെക്കാളും ഒരു വ്യത്യസ്തമായ കല്യാണം ആയിരിക്കണം എന്റെ കല്യാണം, എന്റെ വീട്ടിൽ നടക്കണം മോളെ കല്യാണം. അങ്ങനെയാണ് പലരും ചിന്തിക്കുക. അങ്ങനെയാണ്. ആ കല്യാണത്തെക്കാൾ ഉഷാറാകണം എന്റെ കല്യാണം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതിനേക്കാളും നല്ല ബർക്കത്തുള്ള കല്യാണം ആകണം എന്റെ കല്യാണം എന്നാണ്. ആ ബർക്കത്തുണ്ടാകണമെങ്കിലോ ചെലവ് കുറഞ്ഞാൽ ആ ബർക്കത്തുണ്ടാവുക. ചെലവ് എത്ര കണ്ട് കുറയുന്നുവോ അത്ര കൊണ്ട് ബർക്കത്ത് കൂടും. ഇതും കേട്ടിട്ട് ഇനിയിപ്പോ സമൂസം ചായ മാത്രം കൊടുത്തിട്ട് കല്യാണം ഒന്നും നടത്തണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിഞ്ഞോ ചോദിച്ചു ഒരു സഹാബിയോട്. അതെ കഴിഞ്ഞു. ആടറുത്തിട്ട് വലീമ കൊടുക്കാൻ പറഞ്ഞു നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഏറ്റവും മുന്തിയ ഭക്ഷണമാണ് ആട് ഭക്ഷണം. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ മത്സരമാണ്. കുടുംബത്തിൽ മത്സരമാണ്. എന്തിന്റെ പേരിൽ മത്സരം? കല്യാണത്തിന്റെ പേരിൽ മത്സരം. ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയുടെ കല്യാണം നടന്നാൽ അതേ കുടുംബത്തിൽപ്പെട്ട അടുത്ത കുട്ടിയുടെ കല്യാണം വേറൊരു ദിവസം നടക്കുമ്പോൾ നേരത്തെ നടന്ന കല്യാണത്തെക്കാളും ജഗമുകയാകണം ഈ കല്യാണം. അങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒന്നും അത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അത് കാസർഗോഡ് മാത്രമല്ല കേട്ടോ, പലയിടത്തും ഉള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ ചില ആളുകൾ ഉമ്മമാരെ ഈ ദുനിയാവാണ് സ്വർഗമെന്ന് തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. പക്ഷേ അല്ല അല്ല. അതുകൊണ്ടല്ലേ ചില മഹാന്മാർ അവര് ദുനിയാവിലെ ഒരു ആപ്പിള് കണ്ടാൽ, മുന്തിരി കണ്ടാൽ, ദുനിയാവിലെ ഫ്രൂട്ട്സ് കണ്ടാൽ ഉടൻ തന്നെ പറഞ്ഞുപോയി അതേ മക്തൂഅത്തും വ മംനൂഅ. ഇതെന്ത് ഫ്രൂട്ട്സ്? എനിക്ക് ഈ ഫ്രൂട്ട്സ് അല്ല വേണ്ടത്. ഖുർആൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സിനെ കുറിച്ച്? ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. സ്വർഗ്ഗത്തിലുള്ള ഫ്രൂട്ട്സ് അതൊക്കെ എത്ര കഴിച്ചാലും തീർന്നു പോകുന്നതല്ല. ഇതുപോലെ തന്നെ വേണ്ട എന്ന് വെക്കപ്പെടുന്നതല്ല. ചിന്തിക്കുമ്പോഴേക്ക് ആഗ്രഹിക്കുമ്പോഴേക്ക് കിട്ടുന്നതാണ്. ദുനിയാവിലെ ഫ്രൂട്ട്സ് പോലെയല്ല. സ്വർഗ്ഗത്തിന്റെ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്താണ്? ലാ മഖ്തൂഅ. ഇടക്കിടക്ക് മുറിഞ്ഞു പോകൂല. വലാ മംനൂഅ. ആഗ്രഹിക്കുമ്പോഴേക്ക് കിട്ടാതിരിക്കില്ല.